ഇൻഫർമേഷൻ ടെക്നോളജി, വിവരവിനിമയ സാങ്കേതികവിദ്യ, SSLC മലയാളം മീഡിയം 2025 സിലബസ്. ഡിസൈൻ ഫാക്ടറി അധ്യായം 1. ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. ചോദ്യം 1. നോഡുകളും കർവുകളും എഡിറ്റ് ചെയ്ത് ഇഷ്ടാനുസൃത രൂപങ്ങൾ സൃഷ്ടിക്കാൻ ഇങ്ക്സ്കേപ്പിൽ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്? A. റെക്ടാങ്കിൾ ടൂൾ, B. സർക്കിൾ ടൂൾ, C. പെൻസിൽ ടൂൾ, D. ബിസെയർ ടൂൾ. ഉത്തരം D. ബിസെയർ ടൂൾ. 2. ഇങ്ക്സ്കേപ്പിൽ 2 രൂപങ്ങൾ ചേർത്ത് വെച്ച് സെലക്ട് ചെയ്ത് പാത്ത് ഡിഫറൻസ് എന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? A. 2 രൂപങ്ങളും ചേർന്ന് ഒന്നായി മാറുന്നു. B. താഴെയുള്ള രൂപത്തിൽ നിന്ന് 2 രൂപവും ചേർന്ന് നിൽക്കുന്ന ഭാഗം ഒഴിവാകുന്നു. C. 2 രൂപങ്ങളുടെയും പകർപ്പുകൾ ഉണ്ടാകുന്നു. D. 2 രൂപങ്ങളും 2 ഭാഗങ്ങളായി മാറുന്നു. ഉത്തരം B. താഴെയുള്ള രൂപത്തിൽ നിന്ന് 2 രൂപവും ചേർന്ന് നിൽക്കുന്ന ഭാഗം ഒഴിവാകുന്നു. 3. ഇങ്ക്സ്കേപ്പിൽ ഒരു ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസി 0% ആക്കിയാൽ എന്താണ് സംഭവിക്കുക? A. ഒബ്ജക്റ്റ് സുതാര്യമായി കാണാൻ സാധിക്കാതെയാവുന്നു. B. ഒബ്ജക്റ്റ് വെളുത്ത നിറമാകുന്നു. C. ഒബ്ജക്റ്റ് കറുത്ത നിറമാകുന്നു. D. ഒബ്ജക്റ്റ് ക്യാൻവാസിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഉത്തരം A. ഒബ്ജക്റ്റ് സുതാര്യമായി കാണാൻ സാധിക്കാതെയാവുന്നു. ഓക്കെ. അധ്യായം 1 ഡിസൈൻ ഫാക്ടറി എന്ന പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ അധ്യായവുമായി അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.